ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഷയം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു വിഷയം തന്നെയാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു വിഷയം, ജനൽപ്പാളികൾ. നമ്മുടെ വീട്ടിലെ ജനൽപ്പാളികളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ജനൽപ്പാളികൾ ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ സാധിക്കും, ഏതെല്ലാം ഡിസൈനിലാണ് ചെയ്യാൻ സാധിക്കുന്നത്, ഇതിൻ്റെ ഗ്ലാസുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജനൽപ്പാളികൾ ഏതെല്ലാം രീതിയിലുണ്ട്, എത്ര ടൈപ്പിലുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സ് എന്നാണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഒരു വീടിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും, തടിപ്പണികൾ ഉൾപ്പെടെ ഇൻറ്റീരിയർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പ്ലേലിസ്റ്റിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ഞാനിടുന്ന എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ പേരും സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സ് തന്നെയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഷെയറും ലൈക്കും നൽകി തീർച്ചയായും എന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജനൽപ്പാളികൾ നമ്മൾ പണിയാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തടിയാണ് ആദ്യമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതിന് തിരഞ്ഞെടുക്കുന്ന തടികൾ തേക്കാണ് ഏറ്റവും നന്നായിട്ട് ഇണങ്ങുന്നത്. ദീർഘകാലം ഈട് നിൽക്കുന്നത് തേക്ക് തന്നെയാണ്. തേക്ക് മരമാണ് ജനൽപ്പാളികൾക്ക് പണിയുവാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു തടി. എന്നാൽ ജനൽപ്പാളികൾക്ക് തേക്ക് തടി ഉപയോഗിക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. എല്ലാവർക്കും അതിൻ്റെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു നല്ല ഒരു ഐറ്റം പ്ലാവ് ജനൽപ്പാളികൾക്ക് തിരഞ്ഞെടുക്കാം. പ്ലാവ് മരം ജനൽപ്പാളികൾക്കും കതകിനും എല്ലാത്തിനും വളരെ നല്ല ഒരു തടിയാണ്. പ്ലാവ് എന്ന് പറയുന്നൊരു ദേവവൃക്ഷമായിട്ടാണ് കണക്കാക്കുന്നത്. അത് ഈ പ്ലാവ് തടി യാതൊരു കാരണവശാലും കട്ടിളപ്പടികൾക്ക് കൊടുക്കുവാൻ പാടില്ല. കാരണം ഇതൊരു ദേവവൃക്ഷമാണ്. അപ്പോൾ കട്ടിളപ്പടി എന്ന് പറയുന്ന അടിവശത്ത് വരുന്ന സംഭവമാണ്. അപ്പോൾ അതിനെ ഒന്നുകിൽ നമ്മൾ കാല് കവച്ച് വെച്ച് പോകണം, അല്ലെങ്കിൽ അതിൻ്റെ മീതയിൽ ചവിട്ടി പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അത് വാസ്തുശാസ്ത്രപരമായി അത് പ്ലാവ് തടി കട്ടിളപ്പടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. ഇനി അടുത്തൊരു മരം എന്ന് പറയുന്നത് എൻ്റെയൊക്കെ ഞങ്ങളുടെ നാടുകളിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു തടിയാണ് പൂപ്പരുത്തി എന്ന് പറയും. പൂപ്പരുത്തി ചില നാടുകളിൽ, ചില സ്ഥലത്ത്, അതായത് ആലപ്പുഴ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയെല്ലാം അതിനെ പറയുന്നത് പൂവരശ് എന്നാണ്. ചില സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കാത്ത തടിയാണ്, പാഴ്ത്തടിയായിട്ട് കണക്കാക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ എൻ്റെ ഏരിയയിൽ, അല്ലെങ്കിൽ ഈ ഉപ്പ് പ്രദേശങ്ങളിൽ, കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, പുഴയോട് ചേർന്ന് കിടക്കുന്ന വീടുകൾ, അല്ലെങ്കിൽ അടുത്ത് ഉള്ള വീടുകൾക്ക് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു ജനൽ ഫ്രെയിമിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തടി എന്ന് പറയുന്നത് പൂപ്പരുത്തിയാണ്. പുഴയിൽ നിന്ന് വെള്ളം കയറുന്ന ഭാഗത്താണ് നിങ്ങളുടെ വീടെങ്കിൽ പൂപ്പരുത്തി ഉപയോഗിക്കുകയാണെങ്കിൽ ദീർഘകാലം, തേക്കിനേക്കാളും ദീർഘകാലം ഈട് നിൽക്കുന്ന ഒരു തടി, അല്ലെങ്കിൽ തേക്കിനെ പോലെ തന്നെ ഈട് നിൽക്കുന്നൊരു തടി, വില കുറഞ്ഞ തടി പൂപ്പരുത്തിയാണ്.
അപ്പോൾ നമ്മുടെ തടി സെലക്റ്റായി കഴിഞ്ഞു. ആഞ്ഞിലിത്തടി നമുക്ക് ജനൽപ്പാളികൾക്ക് നല്ലതല്ല, കാരണം വെയിൽ കണ്ടാൽ അത് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആഞ്ഞിലിത്തടി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മഹാഗണി നമുക്ക് ചേരുന്ന തടിയല്ല, ജനൽപ്പാളികൾക്ക് ചേരുന്നതല്ല. ചിലർ പറയും നല്ല മൂത്ത തടിയാണ് എന്നൊക്കെ പറയുമെങ്കിലും മഹാഗണി ജനൽപ്പാളികൾക്ക് അധികം എടുക്കാറില്ല, കാരണം അത് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം എപ്പോഴും വെയിലും മഴയും കൊള്ളുന്ന സ്ഥലങ്ങളായിരിക്കും, നന്നായി വെയിൽ ചൂടടിക്കുന്ന സ്ഥലമായതുകൊണ്ട് വളഞ്ഞു പോകും. അപ്പോൾ നമ്മളിട്ടിരിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ പൊട്ടാൻ സാധ്യത കൂടുതലാണ്. പ്ലാവ്, തേക്ക് അല്ലെങ്കിൽ പൂപ്പരുത്തി, അതല്ല എങ്കിൽ അടുത്ത ഐറ്റംസാണ് മലേഷ്യൻ വരുന്ന എല്ലാ ഐറ്റംസും. മലേഷ്യൻ പ്ലാവ്, ചെറുതേക്ക്, അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അതെല്ലാം ജനൽപ്പാളികൾക്ക് വളരെ നല്ലതാണ്. അതെല്ലാം ഹാർഡ് വുഡാണ്, അത് വളരെ നല്ലതാണ്. ഇനി പാളികൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ഗ്ലാസ് ഇടുമ്പോൾ ഒന്നുകിൽ അത് ഒറ്റ ഗ്ലാസ് ആയിട്ട് ഇടാം, അതല്ലെങ്കിൽ 2-3 ഗ്ലാസ്സുകളായിട്ട് ഇടാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്, ഒറ്റ ഗ്ലാസ് ഇടുന്നതിനേക്കാളും കുറച്ചുകൂടി ഗ്ലാസ് ഈട് നിൽക്കുന്നതും ജനൽ ഫ്രെയിം ഈട് നിൽക്കുന്നതും അത് കള്ളികൾ തിരിച്ച് 2-3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഗ്ലാസ്സുകളുള്ള ഫ്രെയിമുകളാണ് എപ്പോഴും ഈട് നിൽക്കുന്നത്. ഇനി മറ്റൊരു വർക്കുണ്ട്. ഗ്ലാസ് ഒറ്റ ഗ്ലാസ് ആയിരിക്കും ഉള്ളിലിടുന്നത്, പക്ഷേ ഫ്രണ്ട് ഭാഗത്ത് റീപ്പറുകൾ ഡിസൈനിൽ ഒട്ടിക്കുന്ന ഒരു പരിപാടി. അതും നല്ലൊരു വർക്കാണ്, ഗ്ലാസ്സിന് സപ്പോർട്ടിങ് ആയിരിക്കും. നിങ്ങൾക്കിഷ്ടമുള്ള ഡിസൈനുകൾ ഈ വീഡിയോയിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ പണ്ടത്തൊക്കെ ജനൽപ്പാളികൾ പണിയുമ്പോൾ ഇപ്പോൾ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ചെറിയ ചെറിയ ചെക്കുകളായിട്ടൊക്കെ തിരിച്ചാണ് ഈ പാളികളെല്ലാം പണിതിരുന്നത്. അതൊരു നല്ലൊരു ഡിസൈൻ വർക്കായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ട്രെൻഡ് മാറി ഇപ്പോൾ അത് പ്ലെയിൻ വർക്കായിട്ട് മാറിയിരിക്കുകയാണ്. തലക്കെട്ടിൽ തലഭാഗത്ത് മുകൾ ഭാഗത്ത് ആർച്ചുകളോ ഒന്നും കാണത്തില്ല. ഫ്രെയിം പ്ലെയിനായിട്ടുള്ള ഫ്രെയിമുകളായിരിക്കും, ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ പ്ലെയിനായിട്ടുള്ള ഫ്രെയിമുകളായിരിക്കും. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ഡിസൈനാണ് ഇപ്പോൾ കണ്ടത്. ഇതുപോലെ ചെക്കുകളൊക്കെ ചെക്കായിട്ട് ജനൽപ്പാളികൾ പണിയുകയാണെങ്കിൽ ആ പാളിക്ക് നല്ല ഈട് നിൽക്കും. അത് വിജാഗിരി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ താഴേക്ക് തൂങ്ങി പോരത്തുമില്ല, നല്ല സ്ട്രോങ്ങുമായിരിക്കും. അതുപോലെ ഇപ്പോൾ തടിയുടെ വില കൂടുതലായതുകൊണ്ട് ഇപ്പോൾ പണിയുന്ന വീടുകൾക്കെല്ലാം സ്റ്റീലിൻ്റെ ജനലും സ്റ്റീലിൻ്റെ പാളികളും ഉപയോഗിക്കുന്ന വീടുകളുണ്ട്. അത് പണികൾ വളരെ എളുപ്പമാണ്. വെയിൽ മഴയോ കൊണ്ടാലൊന്നും തുരുമ്പ് പിടിക്കുകയില്ല. നല്ല കളർഫുള്ളായ തടിയുടെ കളറൊക്കെയുള്ള ഒത്തിരി ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത്തരം ജനലുകൾ വെക്കുന്നവരുമുണ്ട്. ഇത്തരം പാളികൾക്കൊരു നെഗറ്റീവ് വശമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് അതിൻ്റെ ഉൾഭാഗത്ത് പിടിപ്പിക്കുന്ന പിടികളാണ്. ഈ പിടികൾ നമ്മൾ ആഞ്ഞു വലിക്കുമ്പോൾ അത് പറഞ്ഞു പോകുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും നല്ലത് തടി കൊണ്ടുള്ള ജനൽപ്പാളികൾ തന്നെയാണ്. കഴിയുമെങ്കിൽ സാമ്പത്തികം അനുവദിക്കുന്നെങ്കിൽ തടി കൊണ്ടുള്ള ജനൽപ്പാളികൾ തന്നെ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ തിരഞ്ഞെടുക്കാം. ഡിസൈൻ ഇല്ല എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കുള്ള എല്ലാ ഡിസൈനുകളും ഈ ചാനലിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ ഗ്ലാസ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂളിംഗ് ബെഡ്റൂമുകൾക്ക് ഡിസൈൻ ഗ്ലാസ് ഇടുന്നവരുണ്ട്.
ഡിസൈൻ ഗ്ലാസ് ആണ് പണ്ട് കാലം മുതലേ ഇട്ടുകൊണ്ടിരിക്കുന്ന ഗ്ലാസ്. ഇപ്പോൾ അതിൻ്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ്സുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ചൂട് ഉള്ളിലേക്ക് അധികം അടിക്കുകയില്ല. അത് വളരെ നല്ലതാണ്. അതുപോലെ പകൽ സമയത്ത് നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകൾ ഈ കൂളിംഗ് ഗ്ലാസ് ഇടുകയാണ് കാണുകയുമില്ല. അപ്പോൾ അതേപോലെ തന്നെ മിറർ ഗ്ലാസ്സുകൾ ഇടാറുണ്ട്. അതും നല്ല ഭംഗിയുള്ള ഒരു ട്രെൻഡാണ്. ഇത്രയും കാര്യങ്ങളാണ് ജനൽപ്പാളികളുമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ ജനൽപ്പാളികൾ സംബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീടിന് എന്തെല്ലാം കാര്യങ്ങളാണോ ഇൻറ്റീരിയർ സംബന്ധമായും തടി സംബന്ധമായിട്ട് ആവശ്യമുള്ളത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ചാനലിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിചാരികൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ സ്റ്റീലിൻ്റെ വിചാരി സെലക്ട് ചെയ്യുക, അല്ലെന്നാണെങ്കിൽ ബ്രാസിൻ്റെ വിചാരി. സാധാ ഇരുമ്പിൻ്റെ വിചാരി പരമാവധി ഒഴിവാക്കുക. വില അല്പം കുറവാണ്, പക്ഷേ എങ്കിലും ലോങ് ലൈഫ് സ്റ്റീലും ബ്രാസുമാണ്. സ്റ്റീലാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. തുരുമ്പ് പിടിക്കാതെ ദീർഘനാൾ നിൽക്കുവാൻ സ്റ്റീലാണ് നല്ലത്. ഏതായാലും ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കിഷ്ടമുള്ള, നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.